ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇടിവെട്ടിയവരെ പാമ്പ് കടിച്ചതുപോലെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ മുനമ്പത്തുകാർ. അവരും അവരുടെ പൂർവികരുമൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഭൂമി ഇന്ന് വഖഫിൻ്റെതായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ആ പാവങ്ങൾ. അവർ സമരത്തിനിറങ്ങുകയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും നിയമമെങ്കിൽ നിയമം അങ്ങനെ കോടതി വരാന്തകൾ കയറി ഇറങ്ങുകയും ചെയ്തിട്ടും നീതി ലഭിക്കാതായപ്പോൾ ആ പാവങ്ങൾ നിത്യദുഃഖത്തിലായി. അതിന്റെ ഇടയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും? ആദ്യമായി തന്നെ എന്റെ പാർട്ടിയുടെ നിലപാട് നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. ഈ സമരം അല്ലെങ്കിൽ ഈ സമരത്തിന് പിന്തുണ നൽകിയതിന്റെ പേരിൽ ഇപ്പോഴോ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലോ നിങ്ങളുടെ ആരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് വിനയപൂർവ്വം ഞങ്ങൾ അറിയിക്കാം. എങ്ങനെയുണ്ട്? PC ജോർജിന്റെ മകനായ ഷോൺ ജോർജ് എന്ന പുലിക്കുട്ടി പറയുവാണ്, ഇന്ന് മുനമ്പത്തുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ടായി. ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക്, ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പൗരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടുന്നു, നീതിക്കു വേണ്ടി നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു ഞങ്ങൾ. പക്ഷേ അത് നിങ്ങളുടെ വോട്ടിന് വേണ്ടിയല്ല. നിങ്ങൾക്കിത് ചെയ്തു തന്നു എന്നതിന്റെ കടപ്പാട് വോട്ട് രൂപത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മതി. മുമ്പ് PC ജോർജും പറഞ്ഞിരുന്നു, മതതീവ്രവാദികളുടെയും രാജ്യവിരുദ്ധരുടെയും വോട്ട് എനിക്ക് വേണ്ട. അത് പറയാൻ ചങ്കൂറ്റം കാണിച്ചിരിക്കുന്നു ഇന്ന് ഷോൺ ജോർജും. അമൃത്തെ 4 വോട്ടിന് വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നതല്ല എന്ന് ഏറെ ബഹുമാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാം. അതോടൊപ്പം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, മുനമ്പത്തെ സമരം ആരംഭിച്ചതിന് ശേഷമല്ല കേന്ദ്ര സർക്കാർ ഈ വഖഫ് ഭേദഗതി നിയമത്തിന്റെ പണിപ്പുരയിലായിരുന്നത്. 2021 മുതൽ വഖഫിന്റെ അപകടങ്ങളും അതിന്റെ സാധ്യതകളും കൃത്യമായി പഠിക്കുകയും കഴിഞ്ഞ 2ാം മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ വഖഫ് ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് സമഗ്രമായ പഠനം ആരംഭിക്കുകയും അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തതാണ്. സ്മൃതി ഇറാനി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ബില്ല് ചർച്ച നടക്കുകയും അതിന്റെ ഡ്രാഫ്റ്റ് 1ാം ഘട്ടമായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, മുനമ്പം എന്ന വിഷയത്തിന് മുമ്പേ, മുനമ്പം എന്ന വിഷയം ഏറെക്കുറെ 124 വർഷമായി, 122 വർഷം എന്ന് പറയാം. പക്ഷേ ഈ വിഷയം ഇവിടെ ഈ സമരം തുടങ്ങുന്നതിന് മുമ്പേ BJP ഈ വിഷയം കൃത്യമായി ചിന്തിക്കുകയും പഠിക്കുകയും ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. പിന്നെ മുനമ്പം ജനതയും മുനമ്പം സമരസമിതിയും ചെയ്ത ഒരു വലിയ നന്മ, ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ നടത്തിയ ഒരു വലിയ പോരാട്ടവും നന്മയും, അത് പറയാതെ പോകാൻ കഴിയില്ല. കാരണം ഏതൊരു നിയമത്തെയും പോലെ നരേന്ദ്രമോദിയുടെ സർക്കാർ കൊണ്ടുവരുന്ന ഒരു നിയമം കേരള സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിയമം എന്ന നിലയിലാണ്. ഇന്ന് കേരള സംസ്ഥാനത്തുനിന്ന് മാത്രമല്ല, ദേശീയ തലത്തിൽ ഈ നിയമം ഒരു ആവശ്യകതയാണ് എന്ന് തെളിയിച്ചത് നിങ്ങൾ മുനമ്പംകാരാണ്. അതിന് എല്ലാ കാലത്തും ഭാരതീയ ജനതാ പാർട്ടിയും, അതിലുപരി നരേന്ദ്രമോദി എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഈ രാജ്യത്തെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നിങ്ങൾക്കറിയാം, നമുക്കിവിടെ കേന്ദ്രമന്ത്രിമാരെ നിരവധി ഉണ്ടായിരുന്നു. ഈ കൊച്ചി തന്നെ 3 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊന്നും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഈ പറയുന്ന ഹൈവേ ഒന്നും ഈ നാട്ടിലുണ്ടായിട്ടില്ല, ഈ പറയുന്ന വികസനങ്ങളൊന്നും ഈ രാജ്യത്തുണ്ടായിട്ടില്ല. അതിനപ്പുറത്ത് വലിയ രീതിയിൽ ഈ രാജ്യത്തെ വികസനത്തിൽ നിന്നും വികസനത്തിലേക്ക് നയിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് മുനമ്പം എന്ന പേര് നന്നായി അറിയാം. അതാണ് കാരണം അത് നിങ്ങൾ ഇന്ന് വരെയും കാത്തു സൂക്ഷിച്ച നിങ്ങളുടെ ഒരുമയും നിങ്ങളുടെ സമരത്തിന്റെ രീതികളും, നിങ്ങൾ ഇന്ന് വരെ സമരത്തിൽ പാലിച്ചു പോന്നിട്ടുള്ള നിങ്ങളുടെ അച്ചടക്കവും കൊണ്ട് തന്നെ ഇത് മുനമ്പം കേരളത്തിലെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സമരത്തിന്റെ ചരിത്രം എനിക്കറിയാവുന്ന രീതിയിൽ ഒന്ന് പറയാതെ പോകാൻ കഴിയില്ല. കാരണം ഇത് ഞാൻ ആദ്യമായി ഇവിടെ എത്തുന്നത് എന്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം കൂടെയാണ് ആദ്യം. ഞാൻ ഉണ്ടായിരുന്നു, ശ്രീ ഹരിദാസൻ ഉണ്ടായിരുന്നു, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു. ഞങ്ങളിവിടെ വന്നതിന് ശേഷമാണ് പിന്നീട് നമ്മുടെ വഞ്ചി സ്ക്വയറിൽ നമ്മുടെ ഒരു സമ്മേളനം നടന്നു. നിങ്ങൾ എന്താണ് നമ്മുടെ ചാനൽ ചർച്ചയിൽ അവർ ശ്രദ്ധിച്ചോണ്ട ഷോൺ ജോർജിനെ അന്ന് വിളിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എത്രമാത്രം ഞാൻ ഇവിടെ വരുന്നതും പോകുന്നതും നിങ്ങളോട് ഇടപെടുന്നതും അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെ നടത്തിയ ചാനൽ ചർച്ചയിൽ ഇവിടെ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന അതിനെ പ്രതികരിച്ചുകൊണ്ട് ഇവിടെ ചർച്ചയിൽ സംവാദത്തിൽ പങ്കെടുത്ത ശ്രീ മുജീബ് അതിന്റെ ഏറ്റവും വലിയ നേതാവാണ്. ആ മുജീബ് ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു. തുടക്കത്തിലൊക്കെ ഞാനും ശ്രീ റോയിയും ഒക്കെ അദ്ദേഹം ഈ ചർച്ചയിലുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പാവപ്പെട്ട 610 കുടുംബങ്ങളെ അവിടെ നിന്ന് ഇറക്കി വേണ്ട, നിങ്ങൾക്ക് ഇത് വഖഫ് സ്വത്തിന്റെ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അല്ല പ്രശ്നം.
നിങ്ങളുടെ അജണ്ട എന്താണ്? നിങ്ങൾ പറയുന്നു ഈ പാവപ്പെട്ടവരെ അവിടെ നിന്ന് ഇറക്കി വിടണ്ട. അപ്പോൾ നിങ്ങളുടെ അജണ്ട എന്താണ്? ഞാനും ശ്രീ റോയ് ചേട്ടനും തിരിച്ചും മറിച്ചും 2 പ്രാവശ്യം ഈ വിഷയം ഉന്നയിച്ചെങ്കിലും അവർ അതിലേക്ക് വന്നില്ല. ഒന്ന് പ്രകോപിച്ചപ്പോ പച്ചയ്ക്ക് നല്ല വൃത്തിയായി മുൻ PFI അംഗം കൂടിയായ ആ വ്യക്തി ആ ചാനൽ ചർച്ചയിൽ പറഞ്ഞു, നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഈ പള്ളിയുടെ ആധാരം പോലും അവർ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിന്റെ അതിരുകൾ ശരിയല്ല, പള്ളി അനധികൃതമായി സ്ഥലം വളച്ചുചുറ്റി കയ്യേറി വെച്ചിട്ടുണ്ട്. അപ്പോ ഇവരുടെ അജണ്ട എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നടത്തിയ സമരം ഏതെങ്കിലും വർഗത്തിനെതിരായിരുന്നില്ല, ഏതെങ്കിലും സമുദായത്തിനെതിരായിരുന്നില്ല. ഇവിടെ ഇന്ന് വരെയും ആരെങ്കിലും വന്നു നിന്ന് മുസ്ലിം സമുദായത്തിനെതിരായി ആരെങ്കിലും സംസാരിക്കാൻ, ഞാനിവിടെ ആരും സംസാരിച്ചില്ലെന്ന് മാത്രമല്ല നിങ്ങൾ ആരെയും സംസാരിക്കാൻ അനുവദിച്ചിട്ടുമില്ല. എന്നാൽ ഇപ്പോ ഈ സമരത്തിന്റെ രീതികൾ നമ്മുടെ എതിർപക്ഷത്തേക്ക് ഈ വിഷയം സംഘടിക്കുന്ന എങ്ങനെയാണെന്ന് ഇനി പഠിച്ചു പോകാൻ നിവൃത്തിയില്ല. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നു. വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ ഈ രാജ്യവിരുദ്ധ ശക്തികളാണോ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ മുനമ്പം ജനതയ്ക്കെതിരെ നിലകൊള്ളുന്ന ആ വ്യക്തിത്വങ്ങളും സംഘടനകളും ആരാണെന്ന് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകാൻ തീരുമാനിച്ചു എന്ന് നിങ്ങൾ അറിയിക്കും. കാരണം ഇത് അപകടകരമായ രീതിയിലേക്കാണ് പോകുന്നത്. അവരെ പുറത്ത് പറയുന്നതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി അവരെ മതേതരത്വമാണ് പറയുന്നത്. എപ്പോഴും നമ്മുടെ പിതാക്കന്മാരെ നമുക്കറിയാം. നമ്മുടെ അതിരൂപത ആസ്ഥാനത്ത് പാണക്കാട്ട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും വന്നു. അവര് വന്ന് വളരെ മാന്യമായി അരമനയിൽ സ്വീകരിച്ചു. ഇവിടെ ഒരു പ്രശ്നമില്ല, ഇത് വഖഫ് ഭൂമിയല്ല. നമുക്കും കേട്ടപ്പോൾ സന്തോഷം, പ്രശ്നം തീർന്നു. പ്രശ്നം അതുകൊണ്ട് തീരില്ല, കാരണം ഭേദഗതിയിലൂടെ മാത്രമേ പ്രശ്നം തീരൂ. പക്ഷേ വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞ് ആ ഇലക്ഷന് തലേദിവസം വരെ ആ അരമന കയറി ഇറങ്ങിയ വരാപ്പുഴ അരമന കയറി ഇറങ്ങിയ നേതാക്കളെ ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി KM ഷാജി അത് വഖഫ് ഭൂമിയാണെന്ന് തറപ്പിച്ചു പറഞ്ഞപ്പോ ഇവരെ ആരും കണ്ടില്ല, മിണ്ടിയില്ല. പിറ്റേ ദിവസം VT മുഹമ്മദ് ബഷീർ അത് ശരിവെച്ചു, ഇവരെ ആരും കണ്ടില്ല. നാഴികയ്ക്ക് 40 വട്ടം തൊട്ടടുത്ത നിയോജകമണ്ഡലം MLC VD സതീശൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ സഹിഷ്ണുത ഞാൻ അംഗീകരിക്കുന്നു. ഇവിടെ വന്ന് ചിരിച്ചോണ്ടി കള്ളം പറയുമ്പോൾ അവർക്ക് വീണ്ടും ഇവർക്ക് ഇങ്ങോട്ട് കയറി വരാനുള്ള പരമാവധി വിരിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന സഹിഷ്ണുതയെ ഞാൻ അംഗീകരിക്കുന്നു. കാരണം എങ്ങനെയും അരിപ്രശ്നമാണ്, ജീവിക്കാനുള്ള മണ്ണ് കൈവിട്ടു പോകാതിരിക്കാൻ ഇവർ പറയുന്ന നുണയാന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ അത് അംഗീകരിച്ച് ഇപ്പോഴും കൈകൊട്ടുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സഹതാവുണ്ട്. ഇവിടെ ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷനെ നിയമിച്ചതിന്റെ പിറ്റത്തെ ആഴ്ച ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ ഈ കമ്മീഷൻ തട്ടിപ്പാണെന്ന്. നിങ്ങൾക്കറിയാം, എന്നെക്കാൾ കൂടുതൽ ഇത് പഠിക്കുന്നവരാണ്. പക്ഷേ ഗതികേട് കൊണ്ട് നിങ്ങൾക്ക് അത് അംഗീകരിച്ചേ പറ്റൂ. ആരും എവിടെ നിന്നാണ് ഒരു കൈ സഹായം എന്നാണ് മുഖ്യമന്ത്രി ജനത ചിന്തിക്കുന്നത്. ഒരു കൈ സഹായം കിട്ടുന്നിടത്ത് കൈ തേടി പിടിക്കാൻ ശ്രമിക്കുന്നു. ആ കമ്മീഷൻ അവർ കൊടുത്ത കേസിലാണെങ്കിലും ആ കമ്മീഷന് നിയമപരമായി നിലനിൽപ്പില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. അപ്പൊ പിണറായിയുടെ ഉദ്ദേശം എന്തായിരുന്നു? ഒരു കാര്യം തീർത്തു പറയാം, നിങ്ങൾക്ക് വേണ്ടിയല്ല വഖഫ് ഭേദഗതി നിയമം കേന്ദ്രത്തിൽ പാർലമെന്റിൽ BJP സർക്കാർ അവതരിപ്പിച്ചത്. പക്ഷേ ആ നിയമം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പഠനത്തിന് ശേഷം വീണ്ടും പാർലമെന്റിൽ വരുമ്പോ അവിടെ മുനമ്പം ജനതയ്ക്കായുള്ള നിയമവും ആ ആക്ടിൽ ആ ഭേദഗതിയിൽ ഉണ്ടാകും എന്ന് ഒരു BJPയുടെ എളിയ പ്രവർത്തനം എന്ന നിലയിൽ ഈ നിമിഷം നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കും. ഞാൻ ഇന്നുവരെ BJP എന്നുള്ള, അതായത് നരേന്ദ്രമോദിയാണ് വഖഫിന്റെ നിയമങ്ങൾ എടുത്തു കളഞ്ഞ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരും എന്ന് തറപ്പിച്ചു പറഞ്ഞത്. അതങ്ങനെ തന്നെ കൊണ്ടുവന്നിരിക്കും, ഒരു സംശയവുമില്ല. നന്ദി.